إن الحمد لله حمدا طيبا كثيرا مباركا فيه غافر الذنب قابل التوب سريع الحساب شديد العقاب نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم طاسين تلك آيات الكتاب المبين لعلك باخع نفسك ألا يكونوا مؤمنين സ്നേഹധർമ്മിയരായ സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, പരമകാരുണികനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും യഥാവിധി ജീവിതത്തിൽ പകർത്തി അവന്റെ യഥാർത്ഥ മുവഹ്ഹിദുകളും മുത്തഖികളുമായിക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ പരമാവധി പ്രയത്നിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ യമൻ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാനായി വന്നു. പ്രവാചകനിൽ നിന്നും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കേട്ട് മനസ്സിലാക്കി അത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വന്ന അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ട് പറഞ്ഞു, യാ നബി അല്ലാഹ് ഇന്നി ഇംറുഉൻ മുതാഅൻ ഫീ ഖൗമി. അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ സമൂഹത്തിൽ അംഗീകാരമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വഅന റാജിഉൻ ഇലൈഹിം, ഇനി ഞാൻ എന്റെ സമൂഹത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. വദാഇഹിം,
ഇലൽ ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിനായി, പ്രബോധനം ചെയ്യുന്നതിനായി. തുഫൈൽ ഇബ്നു അംർ ദൗസി എന്ന ഈ ചെറുപ്പക്കാരൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇസ്ലാമിനെ കുറിച്ച് കേട്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞ ഉടൻ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതായ ആദ്യ ചിന്ത, എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരും എന്റെ കുടുംബക്കാരും എന്റെ ചുറ്റുപാടുള്ളവരും ഈ സത്യം മനസ്സിലാക്കിയിട്ടില്ലാത്തവരാണല്ലോ, അവർക്ക് ഈ കാര്യം ഞാൻ അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്, അവർക്ക് ഈ കാര്യം ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സന്ദേശം ആദ്യമായി കൊണ്ട് അവർക്ക് ഞാൻ എത്തിക്കും എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് ചെറുപ്പക്കാരൻ മക്ക വിട്ട് തിരിച്ചു പോകുന്നത്. അദ്ദേഹം ഒരുപാട് ദീനീ പഠനങ്ങൾ നടത്തിയിട്ടില്ല, അദ്ദേഹം ഒരുപാട് ഖുർആനിന്റെ വചനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, അദ്ദേഹം ഒരുപാട് ഹദീസ് ക്ലാസുകളിലും ഹദീസ് പഠന ക്ലാസുകളിലും ഖുർആൻ ക്ലാസുകളിലും പങ്കെടുത്തുകൊണ്ട് ദീനീ വിജ്ഞാനം നേടിയിട്ടില്ല. ദീനിന്റേതായ ഒരുപാട് പുസ്തകങ്ങളും രചനകളും വായിക്കുവാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ഇസ്ലാമിനെ കുറിച്ച് കേട്ടതിന്റെ മാത്രയിൽ തന്നെ തന്റെ മനസ്സിലുണ്ടാക്കിയതായ പരിവർത്തനം അദ്ദേഹത്തെ ഇസ്ലാമിൽ എത്തിക്കുകയും ആ ഇസ്ലാം സ്വീകരണത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്, ഞാനിത് പ്രബോധനം നടത്തണം, ഞാനിത് എന്റെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം, ഇതറിഞ്ഞിട്ടില്ലാത്ത എന്റെ നാട്ടുകാർക്ക് ഞാനിത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന ചിന്ത. ഒരുപാട് കാലമായി മുസ്ലിമായി ജീവിക്കുന്ന, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചറിഞ്ഞിട്ടുള്ള, ഒരുപാട് ആയത്തുകൾ മനഃപ്പാഠമാക്കിയിട്ടുള്ള, ഒരുപാട് ഹദീസുകളുടെ ആശയങ്ങളെങ്കിലും കേട്ടറിഞ്ഞിട്ടുള്ളതായ നാം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാകുന്നു എന്നൊന്ന് ആലോചിക്കുക. തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് തിരിച്ചു ചെന്ന് നേരെ ഉപ്പാനടുത്ത് പോയിട്ട് പറഞ്ഞു, ഒരു വയസ്സായ ആളായിരുന്നു അദ്ദേഹത്തിന്റെ ഉപ്പ. നേരെ പോയിട്ട് പറയാണ്, ഇലൈക അന്നി അബദ് ഫലസ്തു മിൻക വലസ്ത മിന്നി. ഉപ്പ, നിങ്ങളായിട്ട് ഒരു ബന്ധമല്ല, ഞാൻ നിങ്ങളുമല്ല, നിങ്ങൾ എന്നതുമല്ല, നിങ്ങളിൽ നിന്നുമല്ല, നിങ്ങൾ എന്നിൽ നിന്നുമുള്ളതല്ല, ഞാൻ നിങ്ങളിൽ നിന്നുമുള്ളതല്ല, നമ്മളങ്ങനെ ഒരു ബന്ധമല്ല. വാപ്പ ചോദിച്ചു, എന്ത് പറ്റി മോനെ, എന്ത് സംഭവിച്ചു നിനക്ക്? വലിമ ആയി പൊന്നു മോനെ, എന്തുകൊണ്ട്? ഞാനിങ്ങനെ ഇസ്ലാമിന്റെ ചില സന്ദേശങ്ങൾ കേട്ട് മക്കയിൽ നിന്നും ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞ് ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്. വളരെ കർശനമായിട്ടാണ് വാപ്പാനോടുള്ള സംസാരം. അപ്പൊ പറഞ്ഞു, ഐ പൊന്നയ്യ എന്റെ മതം തന്നെയാണ് എന്റെ ദൈവം. വാപ്പ മുസ്ലിമായി. യാതൊരു രീതിയിലുള്ള വളച്ചുകെട്ടലുക്കും മെനക്കെടാതെ താൻ മനസ്സിലാക്കിയതായ ആശയത്തിനെ എത്രമാത്രം മധുരം പുരട്ടിക്കൊണ്ട് സ്വീകാര്യോഗ്യമാവുന്ന രീതിയിൽ അവതരിപ്പിക്കാമെന്നുള്ളതായ ട്രെയിനിങ് ക്യാമ്പുകളിലോ ദഅവ വർക്ക്ഷോപ്പുകളിലോ ഒന്നും പങ്കെടുത്തിട്ടില്ലാത്ത തുഫൈൽ പലരോട് ചോദിച്ച് അടുത്ത് മുറിച്ച് പറയാം, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്, നിങ്ങളും ഞാൻ തമ്മിൽ ഒരു ബന്ധമല്ല ആ വിഷയത്തിൽ, ആദർശ വിഷയത്തിൽ. ഞാനങ്ങനെ പറഞ്ഞാൽ എന്റെ വാപ്പയെ തള്ളിക്കളയുമോ എന്ന് സ്വീകരിക്കാൻ തയ്യാറാവുമോ, ഉൾക്കൊള്ളുവാൻ തയ്യാറാവുമോ എന്നുള്ള ചിന്തയൊന്നും ആ പ്രബോധകൻ അലട്ടുന്നില്ല. തുറന്നു പറഞ്ഞു, അല്ലെ, വാപ്പ മുസ്ലിമായി. കാരണം ഹിദായത്ത് കൊടുക്കുന്നത് പടച്ചോനാണ്, അത് നൽകുന്നവൻ അല്ലാഹുവാണ്. ഇത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണുള്ളത്. അദ്ദേഹം തന്റെ ഭാര്യ അടുക്കൽ പോയിട്ടും ഇതേ രീതിയിൽ തന്നെ പ്രതികരിച്ചു. ഭാര്യ തിരിച്ചു ചോദിച്ചു, ഒരു ബിംബത്തിന്റെ പേരായിരുന്നു അവർ ആരാധിച്ചിരുന്നത്, ഷുറൈ. അതിൽ നിന്നുള്ള എന്തെങ്കിലും കുരുത്തക്കേട് എനിക്ക് ഉണ്ടാവുമെന്നുള്ള ഭയമാണോ? അദ്ദേഹം പറഞ്ഞു, അതിൽ പേടിക്കണ്ട, അതൊന്നും ഉണ്ടാകുന്നതിന്റെ കാര്യത്തിൽ ഞാൻ നിനക്ക് ജാമ്യം നിൽക്കാൻ ഗ്യാരണ്ടി തരാം. ഭാര്യ മുസ്ലിമായി സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിൽ പ്രബോധനം നടത്തിക്കൊണ്ട്
നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങൾ. പക്ഷെ ഒരൊറ്റാളും അദ്ദേഹത്തെ കൂട്ടാക്കില്ല, അംഗീകരിക്കില്ല. നീണ്ട അദ്ദേഹത്തിന്റെ ആ പ്രയത്നങ്ങൾക്കൊടുവിൽ നിരാശനായി എന്റെ സമൂഹം ഇത് അംഗീകരിക്കുവാൻ തയ്യാറാവുന്നല്ലോ എന്നുള്ള പ്രയാസത്തോടുകൂടി അവരിൽ ഏറ്റവും സുസമ്മതനായിരുന്ന, അവരിൽ ഏറ്റവും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്ന ആ നാട്ടുകാരനും ആദരിച്ചിരുന്നതായ തുഫൈൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇവരാരും തന്നെ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. യാ റസൂലല്ലാഹ്, ഇന്ന ദൗസൻ ഖദ അസത്, അല്ലാഹുവേ, ദൗസുകാർ മുഴുവനും എന്നെ ധിക്കരിച്ചിരിക്കുകയാണ്. വഅബത്, അവർ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഫദ്ഉല്ലാഹ അലൈഹാ, അവർക്കെതിരെ പ്രാർത്ഥിച്ചേക്ക് റസൂലേ, ഒരു വാണ്ട നശിപ്പിച്ചേക്കവരെ, നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിച്ചേക്കും. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ തന്റെ സമൂഹം ഈ ഒരു സത്യം ഞാൻ പറഞ്ഞു കൊടുത്തതായ സന്ദേശം അംഗീകരിക്കുവാൻ അവര് തയ്യാറാവുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് പ്രയാസപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തി ഒടുവിൽ നിരാശനായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, അവർക്കെതിരെ പ്രാർത്ഥിച്ചേക്ക്, നന്നാവുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി. സഹാബികൾ എല്ലാവരും വിചാരിച്ചു അല്ലാഹുവിന്റെ റസൂൽ അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയുയർത്തി റഫഅൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു വഖാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹ്ദി ദൗസ, അല്ലാഹുമ്മ ഹ്ദി ദൗസ, അല്ലാഹുവേ, ദൗസുകാർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ. തിരിഞ്ഞ് തുഫൈലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇർജിഅ ഇലാ ഖൗമിക് ഫദ്ഉഹും വർഫുഖ് ബിഹിം. തുഫൈൽ, നിന്റെ സമൂഹത്തിലേക്ക് തിരിച്ചു പോവുക, പ്രബോധന പ്രവർത്തനങ്ങൾ തുടർന്നും നിർവഹിക്കുക. ആ പ്രബോധന പ്രവർത്തനങ്ങളിൽ വർഫുഖ് ബിഹിം, കുറച്ചും കൂടിയൊക്കെ സോഫ്റ്റ് ആയിട്ട് ഓരോട് കാര്യം പറഞ്ഞു കൊടുക്കുക. ഒരു റിസ്കോട് കൂടി നീ അവർക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നവനാവുക എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചുവിട്ടു. യമനിലേക്ക് മടങ്ങി വന്ന തുഫൈൽ പ്രവാചകന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ തുടർന്നു. വർഷങ്ങൾ കടന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയി. ബദറും ഉഹുദും ഖന്തഖും ഒക്കെ കഴിഞ്ഞു. ഹിജ്റയുടെ 7-ാം വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും തബൂക്കിലായിരിക്കെ അതാ തുഫൈൽ തന്റെ സമൂഹവുമായി കൊണ്ട് മദീനയിലേക്ക് വരിക. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ 80ഓളം കുടുംബങ്ങൾ, 80 ആൾക്കാരല്ല, 80ഓളം കുടുംബങ്ങളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനായിക്കൊണ്ട് മദീനയിലേക്ക് വരുന്ന തുഫൈൽ ബിൻ അംറിന്റെ ചിത്രമാണ് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. തന്റെ നാട്ടുകാരോട് നടത്തിക്കൊണ്ടിരുന്ന പ്രബോധന പ്രവർത്തനങ്ങളിൽ നിരാശനായ അദ്ദേഹത്തിന് പ്രവാചകൻ നൽകിയതായ പ്രചോദനവുമായി കൊണ്ട് തിരിച്ചു ചെന്ന് വർഷങ്ങളോളം, കുറച്ചു കാലമല്ല, ഒരു 10 വർഷമെങ്കിലും എടുത്തിട്ടുണ്ടാവും അദ്ദേഹം. അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോയ വിവരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മദീനയിൽ ഇസ്ലാമിക ഭരണകൂടം വന്ന വിവരം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇസ്ലാമികമായ സെറ്റപ്പ് രൂപം കണ്ട വിവരം പറഞ്ഞിട്ടുണ്ട്. അവിടെ ബദറും ഉഹുദും ഖന്തഖും ഒക്കെ കഴിഞ്ഞ് മുസ്ലിമീങ്ങൾ നല്ല പ്രതാപത്തോടു കൂടി ആയിത്തീരുന്ന അവസ്ഥ സംജാതമായിട്ടുള്ള വിവരവും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മദീനയിലേക്ക് പോകാനല്ല, മറിച്ച് തന്റെ നാട്ടുകാർക്ക് ഈ ദീൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവർക്കിടയിൽ ഒരു പ്രബോധകനായിക്കൊണ്ട് അവർക്കിടയിൽ ഒരു പരിവർത്തകനായിക്കൊണ്ട് ജീവിക്കുവാനാണ് സമയം നീക്കി വെച്ചത്. അല്ലെ, പ്രബോധനം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വട്ടം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കാവുന്നതായ ഒന്നല്ല ഒരിക്കലും പ്രബോധനം എന്നുള്ളത്. നിരന്തരമായ പ്രവർത്തനങ്ങൾ, നിലക്കാത്ത പ്രവർത്തനങ്ങൾ ആവശ്യമായ മേഖലയാണ് പ്രബോധനം. ഞാൻ നടത്തുന്ന എന്തെങ്കിലും ഒരു ക്ലാസ് കൊണ്ട്, ഞാൻ നടത്തിയ എന്തെങ്കിലും ഒരു പരിപാടി കൊണ്ട് എന്റെ പ്രബോധന ഉത്തരവാദിത്തം ഞാൻ
അതിന്റെ നൈരന്തര്യം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ആളുകൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിക്കൊണ്ട്, ആളുകൾക്ക് അത് സ്വീകാര്യമാകുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിക്കൊണ്ട്, ആളുകൾക്കിടയിൽ അതിന് സ്വാധീനം ഉണ്ടാവുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിക്കൊണ്ട് പ്രബോധനത്തിന്റെ നയങ്ങളും രീതികളും രൂപപ്പെടുത്തുന്ന അവസ്ഥ ഇസ്ലാമിൽ ഒരിക്കലുമില്ല. അല്ലെ? അത് നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ഉത്തരവാദിത്വം. നിർവഹിക്കാത്ത ആൾക്കാർക്കൊക്കെ നാശം എന്ന് തന്നെയാണ് പടച്ചതമ്പുരാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെ? മനുഷ്യന്മാർക്കൊക്കെ നാശം. പ്രവർത്തനങ്ങൾ നിർവഹിക്കാത്തതായ മനുഷ്യർക്ക് മുഴുവൻ നാശം എന്ന് തന്നെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നിർവഹിക്കുവാൻ മുന്നോട്ട് വരേണ്ടതുണ്ട് നാം. അല്ലെ? അത് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ടത് ഒറ്റക്കായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല. ദഅവ പ്രവർത്തനങ്ങൾ എപ്പോഴും ഒരു കൂട്ടമായി കൊണ്ട് നിർവഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. എനിക്കൊറ്റക്ക് പ്രബോധനം നടത്താം, എനിക്കൊറ്റക്ക് ഞാൻ മനസ്സിലാക്കിയതായ കാര്യങ്ങളുമായി കൊണ്ട് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കാം. പക്ഷേ ഇസ്ലാം നമുക്ക് മാതൃക കാണിച്ച് തന്നിട്ടുള്ളത്, നമ്മൾ ചെയ്യണമെന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്, നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരു സംഘമായി നിലകൊണ്ടുകൊണ്ട് ഒരു കൂട്ടമായ പ്രവർത്തനങ്ങളുമായി കൊണ്ട് ദഅവ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറണമെന്നുള്ളതാണ്. ഒറ്റക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റക്ക് ഉണ്ടാക്കുന്ന ശബ്ദത്തെക്കാൾ ആളുകൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുക കൂട്ടമായിട്ടുള്ളതായ പ്രവർത്തനങ്ങളായിരിക്കും, ഒന്നിച്ച് ചെയ്യുന്നതായ പ്രവർത്തനങ്ങളായിരിക്കും മനുഷ്യന്മാർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്കത് പഠിപ്പിച്ചു തന്നതാണ്. വൽതകും മിൻകും ഉമ്മ, വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നും ഒരു സമൂഹം ഉണ്ടാകട്ടെ, നിങ്ങളിൽ നിന്നും ഒരു കൂട്ടം ഉണ്ടാവട്ടെ, ഒരു സംഘം ഉണ്ടാവട്ടെ. ആ സംഘത്തിന്റെ പ്രത്യേകത എന്താ? യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ നിന്നും ഒരു കൂട്ടം ഉണ്ടാവട്ടെ, ഒരു സംഘം ഉണ്ടാവട്ടെ. യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്നതായ, നല്ലതിലേക്ക് ക്ഷണിക്കുന്നതായ ഒരു സംഘം നിങ്ങളിൽ നിന്നും ഉണ്ടാവട്ടെ. വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, നല്ലതാളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, തിന്മ കണ്ടാൽ അത് എതിർക്കുന്ന, തിന്മകൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന, തിന്മകളിൽ നിന്നും ജനങ്ങളെ മാറ്റി നിർത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘം. അവർക്ക് ആ വിജയം ഉണ്ടാവുക. ഖുർആൻ തന്നെ പറഞ്ഞില്ല, അങ്ങനെ പ്രവർത്തിച്ചാണ് വിജയം ഉണ്ടാവുക, അവരാണ് വിജയികളാവുക. ആ പ്രബോധനത്തിന്റെ കൃത്യമായ രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നത് അങ്ങനെയാണ്. മഹത്തായ ഉത്തരവാദിത്വം, ലോകത്ത് പ്രവാചകന്മാരാൽ നിർവഹിക്കപ്പെട്ട ഉത്തരവാദിത്വം, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നേർക്ക് നേരെയുള്ള വഹി ലഭിച്ചതായ പ്രവാചകന്മാരാൽ നിർവഹിക്കപ്പെട്ട ഒരു വലിയ ദൗത്യം. അതാണ് പ്രബോധനം, അതാണ് താക്കോത്ത്. എന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ഈ സമൂഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അവസാന പ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധനത്തിന്റെ ഹുജ്ജത്ത് പൂർത്തീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോകുമ്പോ സഹാബാക്രാം തന്റെ മുൻപിൽ തന്റെ 23ഓളം വർഷക്കാലത്തെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മതത്തിലേക്ക്, ആദർശത്തിലേക്ക് കടന്നു വന്നതായ 1,00,000-ൽ ചില്ലാനം സഹാബിമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാനിതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഞാൻ എത്തിച്ചെന്നിട്ടില്ലേ? സമ്മതിച്ചു. അല്ലാഹുവിനെ സാക്ഷി നിർത്തി, അല്ലാഹുമ്മ തശ്ഹദ്, നീ സാക്ഷിയാണ് റബ്ബേ, നീ സാക്ഷിയാണ് നാഥാ, നീ സാക്ഷിയാണ് റബ്ബേ എന്ന് അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അത് പൂർത്തീകരിച്ചതിന് ശേഷം നമ്മോട് പറഞ്ഞു, സഹാബാക്കളോട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളായ വിശ്വാസികളോട് റസൂൽ പറഞ്ഞു, ബലഗു അന്നി വലൗ ആയ, ഫലിബല്ലഗു ശാഹിദുൽ ഗായിബ. ഇവിടെ സാധുള്ള എന്നിൽ നിന്ന് ദീൻ പഠിച്ച, ഇതിനെപ്പറ്റി മനസ്സിലാക്കിയവരായ ആളുകൾ, ഇതറിഞ്ഞിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത, ഈ പ്രബോധനം
അവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ. ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമായി സഹാബി വര്യന്മാർ ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്ക് യാത്ര ചെയ്തു. മദീനയിലെ ബഖീഉൽ ഖർഖദിൽ പോയാൽ എത്ര സഹാബിമാരുടെ മഖ്ബറ കാണാം. മദീന പള്ളിയിലെ ആ മഖ്ബറയിൽ എത്ര സഹാബികളുടെ ഖബറുകളാണുള്ളത്? വളരെ വിരലിൽ എണ്ണിയെടുക്കാവുന്ന എത്ര സഹാബിമാര് മാത്രമേ അവിടെ ഖബറുള്ളൂ. എന്തേ കാരണം? 1,00,000 ചില്ലാനും സഹാബിമാരുണ്ടായിട്ട് ബാക്കിയുള്ള സഹാബിമാരൊക്കെ എവിടെ? ഈ സന്ദേശത്തിന്റെ പ്രചരണവുമായി ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്ക്, വിവിധങ്ങളായ നാടുകളിലേക്ക്, പ്രദേശങ്ങളിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങളുമായി കൊണ്ടുപോയി അവർ ജീവിതം അതിനു വേണ്ടി അവർ നീക്കിവെച്ചു. ആ പ്രദേശങ്ങളിൽ എവിടെയാണോ അവർ താമസിച്ചത് അവിടങ്ങളിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ജീവിതത്തിന്റെ അന്ത്യം വരെ ആ പ്രബോധന പ്രവർത്തനങ്ങളുമായി ജീവിച്ച് മരണപ്പെടുന്ന അവസ്ഥ സഹോദരന്മാർക്കുണ്ടായത്. അതുകൊണ്ടാണ് ഇസ്ലാം ആ ഒരു രീതിയിൽ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ സമയത്ത് തന്നെ എത്തിച്ചേരുന്നതിന് കാരണമായി തീർന്നതും എന്ന് നമ്മൾ അറിയുക. അവരുടെ ആ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു താല്പര്യമായിരുന്നു ആ ഒരു രീതിയിൽ അതിനെ നാടുകളിലേക്ക്, വ്യത്യസ്തങ്ങളായ നാടുകളിലേക്ക് എത്തിക്കുന്നതിന് കാരണമായി തീർന്നത്. സഹോദരന്മാരിലൂടെ കൈമാറി, തലമുറകളിലൂടെ കൈമാറി ആ പ്രബോധന ദൗത്യം ഇന്ന് എത്തി നിൽക്കുന്നത് മുവഹിദുകളായ ഇസ്ലാമിന്റെ പ്രചാരകരെന്ന് സ്വയം അവകാശപ്പെടുന്നവരായ നമ്മിൽ തന്നെയാണ്, അല്ലെ? വിശ്വാസികളിൽ തന്നെയാണ്. നാമാണ് ഇനി അത് നിർവഹിക്കാനായിക്കൊണ്ട് ഇവിടെ ബാക്കിയുള്ളത്. നിർവഹിക്കാൻ നമുക്ക് കഴിയണം. തടസ്സങ്ങൾ എന്ത് തന്നെയായിരുന്നാലും തൃണവൽക്കരിച്ചുകൊണ്ട് ആ പ്രബോധനത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി വരാൻ നമുക്ക് കഴിയണം. എന്താണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന്, മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞ് അതിനെ തേടിപ്പിടിച്ച് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ അടുക്കൽ നിന്നും ഉണ്ടാവണം. അതിനുള്ളതായ പഠനങ്ങൾ നമ്മൾ നടത്തണം. റസൂൽ പറഞ്ഞില്ലേ, യുദ്ധത്തിന് വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ ഉടലെടുക്കുന്നതായ യുദ്ധത്തിന് വേണ്ടി ആ നാടിന്റെ ആദർശത്തിന്റെ ഇസ്ലാമികമായ ആ ഒരു സെറ്റപ്പിന്റെ സംരക്ഷണത്തിന് വേണ്ടി യുദ്ധത്തിനായിക്കൊണ്ടുള്ള വിളിയാളം വന്നാൽ പോലും നാട്ടിലെ മുഴുവനും ആൾക്കാരും പോകരുത്. കുറച്ച് ആൾക്കാർ അവിടെ മാറി നിൽക്കണം. എന്തിനാ അവരെ മാറ്റി നിർത്തിയിരിക്കുന്നത്? അവര് ദീൻ പഠിക്കാൻ, അവര് മതം പഠിക്കാൻ, മതം പഠിക്കുന്ന, മതം അറിയുന്ന, മതപരമായ കാര്യങ്ങളിൽ അവഗാഹം നേടുന്ന ആളുകൾ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ നിലക്കാൻ പാടില്ല. അതുകൊണ്ട് പടച്ചോൻ പറഞ്ഞു, എല്ലാവരും കൂടെ പോയത്. വിശ്വാസികൾ ഒന്നടങ്കം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടരുത്. ഓരോ വിഭാഗത്തിൽ നിന്നും ഒരു സംഘം ആളുകൾ അവിടെ ബാക്കി നിൽക്കണം. മതപരമായ വിഷയങ്ങളിൽ അവഗാഹം നേടിക്കൊണ്ട്, മതപഠനങ്ങൾ നടത്തിക്കൊണ്ട്, ദീനീ വിജ്ഞാനങ്ങൾ നുകർന്നുകൊണ്ട് അവരവിടെ ബാക്കിയാവണം. തങ്ങളുടെ യുദ്ധത്തിന് പുറപ്പെട്ടതായ സമൂഹം തിരിച്ചു വരുമ്പോ അവർക്ക് മതപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിക്കൊണ്ട് ഈ സംഘം അവിടെ ഉണ്ടാവണം. അവര് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായേക്കാം. സൂറത്ത് തൗബയിലെ 122ാമത്തെ വചനമായിക്കൊണ്ട് അല്ലാഹു പഠിപ്പിച്ചതാ, നിങ്ങളിൽ നിന്നും ഒരു വിഭാഗം അവിടെ ബാക്കിയുണ്ടാവണം. പ്രബോധനത്തിന് വേണ്ടിയിട്ടാണ്. ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്ന അവസ്ഥ സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നല്ല അതിന്റെ ഒരു ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി പടച്ചതമ്പുരാൻ പറഞ്ഞൊരു വചനമുണ്ട്. എന്താ പറയുക? അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നതായ സ്ഥലങ്ങൾ, അള്ളാഹുവിന്റെ ഭൗതികമായ ശിക്ഷ ഇറങ്ങുന്നതായ സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ നിന്നും
പടച്ചതമ്പുരാൻ പ്രത്യേകമാക്കിക്കൊണ്ട് മാറ്റിവെച്ചതായ, പ്രത്യേകമാക്കിക്കൊണ്ട് പടച്ചതമ്പുരാൻ ഒഴിവാക്കിയതായ ഒരു പ്രദേശം, അതേതാണ് പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. സൂറത്ത് ഹൂദിൽ അല്ലാഹു പറഞ്ഞു, വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. പടച്ചതമ്പുരാൻ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു നാടിനെയും നശിപ്പിക്കുകയില്ല. വഅഹ്ലുഹാ മുസ്ലിഹൂൻ, അവിടെയുള്ളതായ ആളുകൾ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം, അവിടെയുള്ള ആളുകൾ ഇസ്ലാമിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം ആ സമൂഹത്തെ പടച്ചതമ്പുരാൻ അവരുടെ അക്രമങ്ങൾ കാരണം നശിപ്പിക്കുകയില്ല. അക്രമം ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ അതുകൊണ്ട് അല്ലാഹു പോലെ നശിപ്പിക്കൂല. അവിടെ ഒരു പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ ഭൗതികമായ ശിക്ഷ ഇറങ്ങുന്നതിൽ നിന്ന് വരെയുള്ള ഒരു സംരക്ഷണ കവചമായി വർത്തിക്കും പ്രബോധന പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് പടച്ചതമ്പുരാൻ പഠിപ്പിച്ചു തരുന്നത്. പലപ്പോഴും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ട് ഏത് രീതിയിൽ നമുക്ക് കഴിയുന്നത് എങ്ങനെയാണോ അങ്ങനെ അതിനെ സഹായിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നത് പലപ്പോഴും നമുക്ക് പോലും ഉപജീവനം കിട്ടാനുള്ളതായ മാർഗമായി തീരുമെന്ന് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനൊക്കെ നമുക്ക് തടസ്സമാകാറുള്ളത് നമ്മുടെ ജോലിയും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ഭൗതികമായ മറ്റു കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ വാഗ്ദാനം, നിങ്ങൾ ഈ ഒരു രീതിയിൽ ഈ ദഅവ പ്രവർത്തനങ്ങളുമായി കൊണ്ട് സഹകരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഉപജീവനം നൽകപ്പെടാനുള്ള കാരണമായിരിക്കും. നമ്മളറിയാതെ അല്ലാഹു നമ്മളെ സഹായിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും നമ്മുടെ ഉപജീവന മാർഗങ്ങളിൽ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. പലപ്പോഴും കേട്ടതാ രണ്ടാൾക്കാരുടെ സംഭവം, രണ്ട് സഹോദരന്മാര്, ഒരാള് ജോലി ചെയ്യാൻ പോകും, ഒരാള് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയിട്ട് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കും. كان اخواني على عهد النبي صلى الله عليه وسلم فكان احدهما ياتي النبي صلى الله عليه وسلم والاخر يحترف. ഒരാൾ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ദീൻ പഠിക്കും, മറ്റവൻ പള്ളിയെടുക്കാൻ പോകും, ജോലി ചെയ്യാൻ പോകും. അങ്ങനെ ജോലി ചെയ്യണമെന്ന് കൂലി കിട്ടിയിട്ട് വേണം ഇവനും കൂടി തിന്നാൻ കൊടുക്കാൻ. അതിലൊന്നും റസൂലിന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു. പണിക്കോണോ അല്ലാഹുവിന്റെ റസൂലിന്റെ വന്നൊരു പരാതി പറഞ്ഞു, റസൂലെ ഞാൻ ഒറ്റക്ക് അധ്വാനിക്കാണ്, ഇവനൊന്നും പണിയെടുക്കുന്നില്ല, ഇവൻ ഈ വഴിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പരാതി പറഞ്ഞു. റസൂല് അവരെ വിളിച്ചിട്ട് മറ്റവരെ വിളിച്ചിട്ട് ദീനീ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരെ വിളിച്ചിട്ട് ചീത്ത പറയല്ല, പിന്നെ ഓന് കൊടുക്ക മാത്രമല്ല നീയും കൂടി ഇപ്പൊ തിന്നു പോണത് ഓനെക്കൊണ്ടാണ്. നിനക്ക് പോലും ഉപജീവനം നൽകപ്പെടുന്നത് അവൻ കാരണത്താലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു എന്നുള്ളതാ. എത്രത്തോളം നമുക്ക് കഴിയുന്നതായ രീതിയിൽ ഈ പ്രവർത്തനങ്ങളുമായി കൊണ്ട് ഇടകിച്ചേരേണ്ടതുണ്ട്, അടുത്ത് ഇടപെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഉപജീവനവും നമ്മുടെ സമ്പത്തും നമ്മുടെ സൗകര്യങ്ങളും ഒക്കെ ഉയർന്നു വരാൻ വർദ്ധിക്കുവാൻ കാരണമായി തീരും ഏത് ഈ ദഅവ പ്രവർത്തനങ്ങളുമായി കൊണ്ടുള്ള നമ്മുടെ സഹകരണം എന്നുള്ളത്. അതിനൊരു മനസ്സ്, അതിലേക്ക് ഇറങ്ങി വന്ന് എന്ത് വില കൊടുത്തുകൊണ്ടും അതിനുവേണ്ടി എന്ത് തന്നെ ത്യാഗം സഹിക്കുവാനും തയ്യാറായിട്ടുള്ളവരായിക്കൊണ്ട് കടന്നു വരേണ്ടതുണ്ട്. നമ്മൾ പ്രയാസങ്ങൾ ഉണ്ടാവണം. എന്റെ സ്വന്തക്കാരും എന്റെ ബന്ധുക്കളും എന്റെ നാട്ടുകാരും എന്റെ ചുറ്റിലുമുള്ളവരായ ആളുകളും എന്റെ കൂടെ ജോലി ചെയ്യുന്നവരും ഒക്കെ ഈ സന്ദേശത്തിലേക്ക് അവരൊന്ന് അടുത്ത് വരുന്നില്ലല്ലോ. അവർ ഈ സന്ദേശം ഉൾക്കൊണ്ടവരുണ്ട്, ഇതിന്റെ ആളുകളായി കൊണ്ട് മാറുവാൻ അവര് താല്പര്യം കാണിക്കുന്നില്ലല്ലോ. അവരിപ്പോഴും ഈ വലാലത്തിലായിക്കൊണ്ട് തന്നെയാണല്ലോ ജീവിക്കുന്നത് എന്നതിൽ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മുടെ മനസ്സിലെപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാനതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്റെ നാട്ടുകാരും എന്റെ കുടുംബക്കാരും എന്റെ ബന്ധുക്കളുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതൊന്നും അറിയാതെ ഇതിലേക്കൊന്നും പ്രവേശിക്കാതെയാണല്ലോ ജീവിക്കുന്നത് എന്നതിൽ ഒരു സങ്കടം
അതിനൊരു പ്രയാസം നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നല്ല റസൂല് എത്രമാത്രമായിരുന്നു അത് അനുഭവിച്ചിരുന്നതെന്ന് 2 സ്ഥലങ്ങളിൽ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. സൂറത്തുൽ കഹ്ഫിൽ വലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. താങ്കൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നതായ ഈ സന്ദേശത്തിലേക്ക് ആ നാട്ടുകാരായ ജനങ്ങൾ കടന്നു വരുന്നില്ല എന്നുള്ളത്, ജനങ്ങൾ താങ്കളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത്, അവരെ മുസ്ലിമായി കൊണ്ട് കടന്നു വരുന്നില്ല എന്നുള്ളതിൽ മനംനൊന്നുകൊണ്ട് മനപ്രയാസം കൊണ്ട് താങ്കൾ താങ്കളുടെ ജീവൻ തന്നെ ബലികടിപ്പിക്കാറായോ? റസൂല് താങ്കൾ ജീവൻ കൊടുക്കാൻ ആലോചിക്കാണോ? എന്തിന്റെ കാര്യമില്ല, താൻ പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു സന്ദേശം ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതിൽ മനംനൊന്ത് അതേ ആശയത്തിൽ തന്നെയാണ് അല്ലാഹു മറ്റുള്ളവർക്കും അതേ കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. താങ്കൾ പഠിപ്പിച്ചു കൊടുക്കുന്നതായ, താങ്കൾ പറഞ്ഞു കൊടുക്കുന്നതായ ഈ കാര്യങ്ങൾ അവർ അറിയാത്തതും അവരതിനെ ഉൾക്കൊള്ളാത്തതും കൊണ്ട് അവർ മുഅ്മിനീങ്ങളാകുന്നില്ല എന്നുള്ളത് കൊണ്ട്, അവർ വിശ്വാസം സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് സ്വയം ജീവൻ ഒടുക്കുകയാണോ അന്ന് പ്രവാചകരെ? മാനസികമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന് അത്രത്തോളം പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സമൂഹം ഇത് അംഗീകരിക്കാത്തത്. ഈ സമൂഹം ആ സത്യസന്ദേശം സ്വീകരിക്കാത്തതിന്റെ പേരിൽ മനസ്സിൽ ഈ പ്രബോധനത്തിന്റെ മേഖലയേക്കാൾ അങ്ങോട്ട് ഇറങ്ങി വന്നാൽ നമ്മുടെ മനസ്സിൽ അങ്ങനത്തതായ ചിന്തകള്, ആ രീതിയിലുള്ളതായ സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഇവരത് അംഗീകരിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും തയ്യാറാവേണ്ടതുണ്ട്. സമൂഹം ഈ തത്വം അംഗീകരിക്കുവാൻ, ഈ ആവശ്യം മനസ്സിലാക്കുവാൻ, അത് ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഈ സത്യധാരയിലേക്ക് കടന്നു വരാൻ, എന്റെ ജീവൻ വേണമെങ്കിലും നഷ്ടപ്പെടുത്താൻ തയ്യാറുള്ളവരായിക്കൊണ്ട് മാറാം. അതാണ് റസൂൽ പറഞ്ഞൊരു കഥ ഉണ്ട്. അതൊക്കെ കേട്ടതായിരിക്കും. ഒരു ചെറിയ കുട്ടിയുടെ കഥ, വലിയ ദീർഘമായ കഥയാണ്. ആ കഥയുടെ അവസാന ഭാഗം, നാട്ടിലെ രാജാവ് തനിക്ക് പിൻഗാമിയില്ലാത്തതിന്റെ പേരിൽ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുകയും അവൻ ആ രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കാനുള്ള കഴിവുള്ളവനായി തീരണം എന്നതുകൊണ്ട് അവൻ ഒരുപാട് പരിശീലനങ്ങൾ കൊടുക്കുകയും ചെയ്യാം. അതിൽപ്പെട്ട ഒന്നായിരുന്നു അവന് സിഹിർ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ആ കുട്ടി സിഹിർ പഠിക്കാൻ പോകുന്ന വഴിയിൽ പള്ളി കണ്ട് അവിടെ കയറി അവിടെ നിന്ന് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കി ആ കുട്ടി മുസ്ലിമായി. ഒരുപാട് സംഭവങ്ങൾ ആ കുട്ടിയുടെ കൈകളിലൂടെ അവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അന്ധനായ ആളെ സുഖപ്പെടുത്തുന്നുണ്ട്. രാജാവിന്റെ സൈന്യത്തിന്റെ പോലും നിയന്ത്രിക്കുവാനോ പ്രതിരോധിക്കാനോ കഴിയാത്തതായ രീതിയിലുള്ള ജീവിയെ ആ കുഞ്ഞ് ഇല്ലാതാക്കുന്നുണ്ട്. ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഒടുവിൽ രാജാവ് ആ കുഞ്ഞ് മായാജാലം കൊണ്ടല്ല, അള്ളാഹിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ചുള്ള വിശ്വാസമാണ് വെച്ചു പുലർത്തുന്നത് എന്ന് മനസ്സിലാക്കി ആ ഒരു സാഹചര്യത്തിൽ കൊല്ലാൻ വേണ്ടിയിട്ട് വിട്ടു, പുറത്തയച്ചു. 2 പ്രാവശ്യം അവര് ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ഒടുവിൽ ആ കുഞ്ഞ് തന്നെ സ്വയം അവർക്ക് പറഞ്ഞു കൊടുക്കുക, എന്നെ കൊല്ലാൻ വരെ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഒരിക്കലും അത് നടക്കൂല. عن صهيب رضي الله عنه أن رسول الله صلى الله عليه وسلم قال فقال للملك إنك لست بقاتلي حتى تفعل ما أمرك به. നിനക്കെന്നെ കൊല്ലാനാവൂല, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്താലേ അല്ലാതെ. എന്താണ് ആ കുട്ടി പറഞ്ഞു കൊടുത്തു, എന്നിട്ട് من كنانتي ثم ضع السهم في كبد القوس ثم قال بسم الله رب الغلام ثم ارمني.
എന്ത് ചെയ്യണം? ജനങ്ങൾ മുഴുവൻ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂട്ടണം. എന്നിട്ട് എന്നെ ഒരു ഈത്തപ്പനയിൽ കെട്ടിത്തൂക്കണം. എന്നിട്ട് എന്റെ ആവനാഴിയിൽ നിന്നും ഒരു അമ്പെടുക്കണം. എന്നിട്ട് ആ അമ്പ് എന്റെ നേർക്ക് ഉന്നം വെച്ചുകൊണ്ട് ഇങ്ങനെ പറയണം, ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ. റബ്ബുൽ ഗുലാം, ഈ കുഞ്ഞ് പറയുന്നതായ, ഈ കുട്ടി പഠിപ്പിക്കുന്നതായ ആ റബ്ബായ, ഈ കുട്ടിയുടെ റബ്ബായ അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് നേരെ ആ അമ്പ് ഷൂട്ട് ചെയ്യണം, അമ്പ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെ കൊല്ലാം. അങ്ങനെ ചെയ്തു. فجمع الناس في صعيد واحد وسلبه على جذع ثم اخذ سهما من كنانته ثم وضع السهم في كبد القوس ثم قال بسم الله رب العلام ثم رماه فوقع السهم في صدغته فوضع يده في صدغه في موضع السهم فمات. കുട്ടിയുടെ വശത്തിലായിക്കൊണ്ട്, തലയുടെ വശത്തിൽ നെറ്റിയിലടുക്കലായിക്കൊണ്ട് അമ്പയെ കൊള്ളിക്കുകയും ആ അമ്പ് തറച്ചതായ ഭാഗത്ത് കൈവച്ചുകൊണ്ട് ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തു. കുട്ടി മരിച്ചു. പക്ഷെ തന്റെ മരണത്തിലൂടെ ആ സംഭവം കണ്ടതായ, അവിടെ കൂടിയിരുന്നതായ നാട്ടുകാർ മുഴുവനും ഞങ്ങളിതാ കുട്ടിയുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. ആമന്നാ ബിറബ്ബിൽ ഗുലാം, ആമന്നാ ബിറബ്ബിൽ ഗുലാം. ആ കൂടിയ ജനങ്ങൾക്ക് മുഴുവനും മാജിക്കിനല്ല, സിഗറിനല്ല കഴിവുള്ളത്, പടച്ച തമ്പുരാനാണ്. രാജാവ് പഠിച്ച പണി 18 പയറ്റിയിട്ടും ആ കുഞ്ഞിനെ കൊല്ലാനായില്ല. ആ കുഞ്ഞ് പറഞ്ഞതുപോലെ ആ റബ്ബിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിച്ചത് കാരണത്താൽ മാത്രമാണ് ആ കുഞ്ഞിനെ കൊല്ലാൻ അവർക്ക് സാധിച്ചത് എന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്റെ മരണത്തിലൂടെയെങ്കിലും ഒരു സമൂഹത്തിന്റെ ആദർശവിശ്വാസത്തിന് കാരണക്കാരനായി തീർന്ന് മരണം വരിച്ചതായ ഒരു കുഞ്ഞിന്റെ കഥ റസൂൽ പറഞ്ഞിരുന്നു. എന്റെ മരണം സംഭവിച്ചാലും പ്രശ്നമില്ല, ജനങ്ങൾക്ക് ഈ ദഅവത്ത്, ഈ പ്രബോധനം അവർക്ക് ലഭിക്കുമല്ലോ, അവർ ഈ സത്യസന്ദേശം മനസ്സിലാക്കുമല്ലോ എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് തയ്യാറായതായ കഥയാണ് അവിടെ നമ്മൾ കാണുന്നത്. മനസ്സിലാക്കുന്നതിന് എനിക്കിത് തന്നെ സംഭവിച്ചു എന്നുള്ളതല്ല, മറിച്ച് എനിക്ക് എന്തതിന് ചെയ്യാനാവുമെന്നുള്ളതാണ് നമ്മളെ ഭരിക്കേണ്ടത്. അതിന്റെ സാഹചര്യങ്ങൾ കാത്തു നിൽക്കേണ്ടതായ ആവശ്യമില്ല. അതിന് ഗ്രൗണ്ട് സപ്പോർട്ട് ലഭിക്കുവാനായിക്കൊണ്ട് പ്രയത്നിക്കേണ്ടതായ ആവശ്യമില്ല. അതിന് അരങ്ങഴിയട്ടെ എന്ന് കാത്തിരിക്കേണ്ടതായ ആവശ്യവുമില്ല. മറിച്ച് എനിക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ആ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുക. അല്ലെ, എപ്പോഴാണ് മാനസാന്തരം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഇസ്ലാമിന്റെ ദിഗ്വിജയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ റോമാ സാമ്രാജ്യത്തിന്റെ സൈന്യവുമായി, ലോകത്തിന്റെ വൻ സൈനിക ശക്തിയായി കൊണ്ടുണ്ടായിരുന്ന റോമയുമായി കൊണ്ടുള്ളതായ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ, അല്ലെ, യർമൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതായ സന്ദർഭം, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ് സൈന്യത്തിന്റെ നായകൻ. റോമ സൈന്യത്തിന്റെ സൈന്യാധിപരിൽ ഒരാളായിരുന്ന ജോർജ് മുന്നോട്ട് വന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു, എവിടെ ഖാലിദ്, എനിക്കൊന്ന് കാണണം. ഖാലിദ് മുമ്പോട്ട് വന്നു, സൈന്യാധിപനുമായി കൊണ്ട് സംസാരിക്കുക. സൈന്യാധിപൻ ചോദിച്ചു, നിങ്ങൾക്ക് അല്ലാഹു ആകാശത്ത് വല്ല മാന്ത്രിക വാളും ഇറക്കി തന്നിട്ടുണ്ടോ? ഇസ്ലാമിന്റെ വിജയങ്ങളും മുസ്ലിമീങ്ങളുടെ യുദ്ധരംഗത്തുള്ളതായ പ്രവർത്തനം കണ്ടിട്ട് അദ്ദേഹം ചോദിക്കുക. ഖാലിദ് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഒരിക്കലും അങ്ങനൊന്നുമില്ല. പിന്നെ എന്താ നിങ്ങളെ സൈഫുല്ലാ എന്ന് വിളിക്കുന്നത്? അദ്ദേഹത്തിന് ഒറ്റ വാക്കിലത് മറുപടി പറയായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രവാചകൻ വന്നിട്ടുണ്ടായിരുന്നു, ആ പ്രവാചകൻ ഞങ്ങൾക്ക് സത്യം പഠിപ്പിച്ചു തന്നിരുന്നു. ഒരുപാട് ആളുകൾ ആ പ്രവാചകനെ തള്ളി പറഞ്ഞിരുന്നു, ഒരുപാട് ആളുകൾ ആ പ്രവാചകനെ എതിർത്തിരുന്നു. ഞാൻ ആ പ്രവാചകനെ തള്ളി പറഞ്ഞവരിൽപ്പെട്ടവനായിരുന്നു. ഞാൻ ആ പ്രവാചകനും അനുയായികൾക്കെതിരെ യുദ്ധം നയിച്ചവനായിരുന്നു. പിന്നീട് പടച്ച തമ്പുരാൻ എനിക്ക് ഹിദായത്ത് നൽകി. ഞാൻ ആ പ്രവാചകന്റെ അനുചരനായി. ആ പ്രവാചകൻ എന്നോട് പറഞ്ഞു, നിന്റെ വാൾ ഇസ്ലാമിന് വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ എനിക്ക് സൈഫുല്ലാ എന്നുള്ള ആ ഒരു നാമം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ പ്രവാചകന്റെ വചനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം.
ശരി, എന്താണ് പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രബോധനമായി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്താണ് ആ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, അല്ലിംനി അൻ ദീനി. ആ പ്രവാചകൻ പഠിപ്പിച്ച ദീനിനെ കുറിച്ച് എനിക്ക് ഇനിയും പഠിക്കേണ്ടതുണ്ട്. എവിടെന്നറിയോ? യുദ്ധരംഗത്ത് രണ്ട് സൈന്യങ്ങളും മുഖാമുഖം നിൽക്കുന്നതായ സന്ദർഭത്തിലും ഇസ്ലാമിനെ പറ്റി പഠിക്കണമെന്ന് പറഞ്ഞു വരുന്നതായ അദ്ദേഹത്തെ തന്റെ ടെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതില്ല. എനിക്ക് ആരെങ്കിലും സ്റ്റേജ് കെട്ടിത്തരേണ്ടതുണ്ട്, എനിക്ക് ആരെങ്കിലും അതിന് സൗകര്യം ഒരുക്കി തരണം, എനിക്ക് നിർവഹിക്കാനൊരു വേദി അവിടെ ഉണ്ടാക്കിയിട്ട് വേണം എന്ന് വിചാരിച്ച് കാത്തു നിൽക്കേണ്ട മേഖലയല്ല ദഅവത്തിന്റെ മേഖല. യുദ്ധരംഗത്ത് നിന്നാണ് ചോദിക്കുന്നത്. അത് യുദ്ധം തീരുമാനിക്കാം, യുദ്ധം പ്രഖ്യാപിച്ചതല്ലേ, അത് തീരട്ടെ. അല്ല, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുത്തു. മുസ്ലിമായി അദ്ദേഹം ഖാലിദ് വലീദിനോടൊപ്പം റോമാ സൈന്യവുമായി കൊണ്ട് യർമൂക്കിന്റെ യുദ്ധക്കളത്തിൽ പോരാടാൻ മുൻപന്തിയിലുണ്ടായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ ആദ്യമായി ആ സൈന്യം അന്ന് ളുഹുറും അസ്റും യുദ്ധകാലത്തിൽ വെച്ചുകൊണ്ട് ആംഗ്യം കാണിച്ചാണ് നിർവഹിച്ചത്. അത്ര ശക്തമായ യുദ്ധമായിരുന്നു. ആ നിസ്കാരം ആംഗ്യം അവരോടൊപ്പം ആവർത്തിച്ചുകൊണ്ട് മാത്രം അവർക്കൊപ്പം അദ്ദേഹം യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി മരണപ്പെടുകയും ചെയ്യുന്നു. ഇസ്ലാമിനെതിരെ പടവെഴുതിയിരുന്ന, ഇസ്ലാമിനെതിരെ സൈനിക നീക്കം നടത്തിയിരുന്ന ആ സഹോദരന് ഇസ്ലാമിന്റേതായ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ നീക്കിവെച്ചതായ നിമിഷങ്ങൾ അയാൾക്ക് ഷഹാദത്ത് സമ്മാനിച്ചു. രക്തസാക്ഷിയായി കൊണ്ട് മരിക്കാനുള്ള അവസരം ലഭിച്ചു ആ സഹോദരന്. ഇസ്ലാമിന്റെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആരെയും കാത്തു നിൽക്കരുത്. ഒരു സംവിധാനങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. ഉള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്നത് എനിക്കിപ്പോ എന്താ ചെയ്യാൻ കഴിയാണോ പറ്റുള്ളൂ അല്ലെ? ഞാനിപ്പോ എന്താ പഠിച്ചിട്ടുള്ളത്, എനിക്കിപ്പോ എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളത് പലപ്പോഴും ആലോചിക്കുക അല്ലെ. എന്താണ് കഴിയുക എന്ന് ആലോചിച്ചാല് എവിടെ എത്തൂല അല്ലെ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരേണ്ടത്. അവസാനിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിന്റെ ജീവിതത്തിന്റെ അന്ത്യ നിമിഷങ്ങൾ മനസ്സിലാക്കിയവരാണ് നാം. അന്ധനായ സഹാബി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ആ മദീനയിൽ പ്രവാചകനോടൊപ്പം പ്രവാചകന്റെ പള്ളിയിൽ പ്രവാചകന്റെ പിന്തുടർച്ചക്കാരനായി ഖലീഫയായി ആ പള്ളിയിൽ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മക്തൂം അന്ധന. എന്ത് ചെയ്യാൻ കഴിയും അദ്ദേഹത്തിന്? പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലെപ്പോഴും എനിക്ക് ജിഹാദിന് വേണ്ടി പോകണം എന്നുള്ളതാണ്. പ്രവാചകൻ ചോദിച്ചു, റസൂൽ പറഞ്ഞു, അന്ധനായ നിങ്ങൾ യുദ്ധത്തിന് വരണ്ട, നല്ലൊരു പദവി കൊടുത്തു. ഞാൻ പോകുമ്പോ എന്റെ പകരക്കാരനായ മദീനയിൽ നിങ്ങളാണ് നിൽക്കേണ്ടത്. പ്രവാചകൻ മരണപ്പെട്ടു. അബൂബക്കറിനോട് പോയി ചോദിച്ചു. അബൂബക്കർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അനുവാദം തരാത്ത നിങ്ങൾക്ക് ഞാനും അനുവാദം തരൂല, നിങ്ങൾക്ക് കണ്ണ് കാണാത്ത ആളല്ലേ, നിങ്ങൾ യുദ്ധത്തിന് പോണ്ട. ഉമറുന്റെ കാലത്ത് വീണ്ടും വന്ന് ചോദിക്കുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലും എനിക്ക് മുമ്പുള്ള അബൂബക്കറും അനുവാദം തരാത്ത താങ്കൾക്ക് ഞാനും അനുവാദം തരൂല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമർ വളരെ തിരിച്ചു വിട്ടോ, അനുവാദം തരാതെ തിരിച്ചു വിട്ടോ, ഞാൻ പോവാ. പക്ഷെ നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം വരുന്ന ഒരു രംഗം അന്ന് കരുതിയിരുന്ന ഉമർ ജിഹാദിന് വേണ്ടി ഇസ്ലാമിന്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി ഇറങ്ങി വന്നതായ എന്നെ, ശഹീദാകുവാൻ കൊതിച്ചു വന്നതായ എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു വിട്ടത് നാദാ ഈ ഉമറാണെന്ന് അബ്ബിന്റെ മുമ്പിൽ ഞാൻ പറയും. മറുപടി പറയാൻ തയ്യാറായിക്കോ ഉമർ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് തിരിഞ്ഞു പോകുന്ന അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇബ്നു മക്തൂം, എന്റെ പടച്ചോനെ കോടതിയിൽ വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോണ്? നിങ്ങൾ വന്നോളൂ യുദ്ധത്തിന്, നിങ്ങളും ചേർന്നോളൂ യുദ്ധത്തിന്. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിന് മുസ്ലിങ്ങൾ പടയോടൊപ്പം യുദ്ധത്തിൽ പോകാൻ അനുവാദം കൊടുത്തു. ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് എന്തിനാണ് കഴിയുക? അന്ധനല്ലേ, എന്തിനാണ് താങ്കൾക്ക് കഴിയുക? യുദ്ധകളത്തിൽ വേണ്ടത് നാല് ഭാഗത്തും കണ്ണുകളുമായി ശത്രുവുമായി കൊണ്ട് ഏറ്റുമുട്ടേണ്ട രംഗത്ത് രണ്ട് കണ്ണുകളുമില്ലാത്ത നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാമിക സൈന്യത്തിന്റെ കൊടി പിടിക്കാം.
ശത്രുക്കൾ എനിക്ക് നേരെ ഇരച്ചു വന്നാലും ആ ശത്രുക്കളുടെ ആക്രമണത്തെ കാണാനാവാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകും. എനിക്ക് പിന്നാലെ സൈന്യത്തിന് മുന്നോട്ട് നീങ്ങുവാൻ കഴിയും. യുദ്ധം നടന്നു. അതിശയായുദ്ധം, അതിശക്തമായ യുദ്ധം. മുസ്ലിം സൈന്യം വളരെയധികം പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയതാ യുദ്ധം. പക്ഷെ രക്തരൂക്ഷിതമായിക്കൊണ്ട് ശത്രുക്കളെ തുരത്തി ഓടിക്കാൻ പറ്റിയതാ യുദ്ധം. പതാകയും വഹിച്ചുകൊണ്ട് മുന്നോട്ട് അതേ മുന്നോട്ടുള്ള പ്രയാണം കൊണ്ട് മുസ്ലിം സൈന്യം മുന്നോട്ട് തന്നെ ഇരച്ചു കയറുകയാണെന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ അദ്ദേഹത്തിന്റെ പതാക പിടിച്ചതായ കൈയാണ് വെട്ടിമാറ്റുന്നത്. വലത് കൈ അറ്റുവായും വെക്കും, ഇടത് കൈ കൊണ്ട് പതാക പിടിച്ചു. ഇടത് കൈയും അവർ വെട്ടിമാറ്റിയപ്പോ മുറിഞ്ഞറ്റതായ കൈകൾ കൊണ്ട് പതാകയെ തന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യുദ്ധകളത്തിൽ മുന്നോട്ട് പോകുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം ഒടുവിൽ ശത്രുക്കളുടെ വെട്ടേറ്റ് അദ്ദേഹം നിലത്ത് വീണു, മരണപ്പെട്ടു. യുദ്ധം അവസാനിച്ചു, മുസ്ലിങ്ങൾ വിജയിച്ചു. അവർ ഉമ്മി മക്തൂമിനെ അന്വേഷിച്ചു. ഇസ്ലാമിന്റെ പതാക മണ്ണിൽ തട്ടാതെ നേരെ നിൽക്കുന്നുണ്ട്. അവര് പോയി നോക്കുമ്പോ മരിച്ചു കിടക്കുന്ന അവസ്ഥയിലും അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം ഫഖദ് വജദ സരീഅൻ മുദ്റജൻ ബിദിമാഇഹി വഖാബിലൻ അലാ റഅത്തിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ പതാക മണ്ണിൽ പതിക്കാതെ തന്നെ മുറിഞ്ഞറ്റ കൈകൾ കൊണ്ട് ആ പതാകയുടെ പിടിയെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിടവറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇസ്ലാമിന്റെ പതാക വഹിക്കുക എന്ന തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് തന്നെ മരണത്തിലേക്ക് കടന്നുപോയ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ഇസ്ലാമിന്റെ പതാക വീണിട്ടില്ല. അപ്പോഴും അതിന്റെ കീഴിൽ അദ്ദേഹം മരിച്ചു കിടക്കാം. എന്ത് ചെയ്യാനാവും എന്നുള്ള ചിന്തയല്ല, എനിക്ക് എന്തിന് കഴിയുമെന്നുള്ള ചിന്തയല്ല, എനിക്കൊന്നും കഴിയില്ലല്ലോ, ഞാൻ അതിലേക്ക് കൊടുക്കാൻ എന്റെ അടുത്ത് ഒന്നുമില്ലല്ലോ എന്നുള്ള ചിന്തയല്ല. മറിച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക, എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു മനസ്സോടുകൂടി ദഅവാ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് വരിക. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. പടച്ചതമ്പുരാൻ അവന്റെ മതം യഥാർത്ഥമായ രീതിയിൽ പ്രബോധനം ചെയ്യുവാൻ, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ, അതിന്റെ മാർഗത്തിൽ ഏൽക്കുന്നതായ പ്രയാസങ്ങളിൽ സഹിക്കുവാനും ക്ഷമിക്കുവാനും അതിനെ കൂടുതൽ ഊർജം നേടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാനും നമുക്ക് അവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒടുവൂർ സ്വദേശിയായ നച്ചിങ്ങൽ മൊയ്തീൻ കുട്ടി ഹാജി എന്ന ബാപ്പു ഇന്ന് രാവിലെ മരണപ്പെട്ടതായി വിവരം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു ആ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗം കണ്ട് അന്ത്യനാൾ വരെ ജീവിക്കുവാനുള്ള അവസരം അല്ലാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا من مغفرتك يا غافر المذنبين وارحم لنا من مرحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله على المرسلين. السلام عليكم ورحمة الله.